അലർജിക് ആയ ആൾക്കാർക്ക് പഞ്ഞി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി കൂടും. കൂട്ടും. ഓക്കേ. അപ്പൊ അവർക്ക് ഏതാണ് അഡ്വൈസ് ചെയ്യണത് അവർക്ക് അങ്ങനെയാണെങ്കിൽ? ഞങ്ങളെപ്പോഴും ഫോം യൂസ് ചെയ്താൽ മതി എന്ന് പറയും. പറയും. കാരണം അല്ലെങ്കിൽ പിന്നെ ഈ അലർജിക് ടെൻഡൻസി കൂടും. ഓക്കേ. അതുകൊണ്ടാണ് എസ്പെഷ്യലി രാവിലെ എണീക്കുമ്പോൾ തുമ്മുന്നുണ്ടെങ്കിൽ ആ. അതാ ബെഡ് ലിനെന്നോ അവിടെ നിന്നൊക്കെ വരുന്ന ഒരു ഓ. ഇതാവാനാണ് ചാൻസ്. അതാണ് ചില ആൾക്കാര് രാവിലെ എണീറ്റ് കഴിയുമ്പോ പറയും കുറച്ച് രാവിലത്തെ ഒരു കുറച്ച് സമയത്തേക്ക് അവരിങ്ങനെ സ്നീസ് സ്നീസ് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇറിറ്റേഷൻസ് ആയിരിക്കും. ഇങ്ങനെ മൂക്കിലൊരു ഇറിറ്റേഷൻ കാണിക്കും. യെസ്. എന്നിട്ട് പറയും എണീറ്റ് ഒരു 2 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും. ദാറ്റ്സ് ഫൈൻ ഓക്കെ. മാറുമെന്ന് പറയും. അപ്പൊ അത് വേറെ അലർജിക് ആണ്. അതിനൊന്നും ചെയ്യാറില്ല ഡോക്ടറെ എന്ന് പറയും. പക്ഷെ ആക്ച്വലി ഇത് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഈ ലിനനൊക്കെ വാഷ് ചെയ്താൽ തന്നെ ബെഡ് ലിനനൊക്കെ വാഷ് ചെയ്താൽ തന്നെ നമുക്ക് അതിനൊക്കെ എന്തായാലും വ്യത്യാസം മാറ്റാവുന്നതേ വരാൻ ഉള്ളൂ. പറ്റും. സോ ഇത്തരത്തിൽ വരുന്ന ഇഷ്യൂസ് ഈ മോർണിംഗ് ഇങ്ങനത്തെ വരുന്നത് ഈ ഒരു അലർജിക്ക് ഇത് നമുക്ക് ലൈഫ് ചിലരുടെ ഒരു ബോഡി ടൈപ്പ് ആണല്ലോ. അതെ. അപ്പൊ അതിന് നമുക്ക് എങ്ങനെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടാതെ മെഡിക്കേഷൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് തന്നെ വേണോ? അത് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അലർജി നമുക്ക് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. പറ്റില്ല. ഇറ്റ് കംസ് ഓൺ ആൻഡ് ഓഫ് നമ്മുടെ ബോഡിയിൽ. ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ ബോഡി അല്ല, ഇറ്റ്സ് ആക്ച്വലി പുറത്തുനിന്നുള്ള എൻവയറമെന്റിലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ്. അതെ.